10ാം ക്ലാസ്സിൽ നമുക്ക് സൂചക സംഖ്യ അല്ലെങ്കിൽ കോർഡിനേറ്റ്സ് എന്ന് പറഞ്ഞ ചാപ്റ്റർ പഠിക്കാനുണ്ട്. ക്രിസ്മസ് എക്സാമിന് ആ ഒരു ചാപ്റ്ററിൽ നിന്ന് കുറച്ച് ക്വസ്റ്റ്യൻസും വരാനുണ്ട്. നമുക്ക് ഇന്ന് അതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസും ആ ഒരു പാഠത്തിൻ്റെ കൺസെപ്റ്റും ഒന്ന് നോക്കാം. ഓക്കെ, ആദ്യം നമ്മൾ സൂചക സംഖ്യ എന്ന് പറയുന്ന പാഠത്തിൽ എന്തൊക്കെ അറിഞ്ഞിരിക്കണം? സൂചക സംഖ്യ കോർഡിനേറ്റ്സ് എന്നാന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയണം അല്ലേ. അപ്പോൾ നമുക്കൊരു പോയിന്റ്, ഏതെങ്കിലും ഒരു പോയിന്റ് അടയാളപ്പെടുത്തി കഴിഞ്ഞാൽ അതിൻ്റെ സ്ഥാനം എവിടെയാണെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഈ സൂചക സംഖ്യ നമ്മളെ ഹെൽപ്പ് ചെയ്യും. അതായത് നമുക്ക് ഈ ഒരു ഗ്രാഫ് നോക്കാം. ഗ്രാഫ് നോക്കിയേ, ഇതാണ് എക്സ് ആക്സിസ് അല്ലെങ്കിൽ എക്സ് അക്ഷം. ഇതെന്താണ്? വൈ ആക്സിസ് അല്ലെങ്കിൽ വൈ അക്ഷമാണ്. അപ്പോൾ ഇതെന്താണ്? എക്സ് ആക്സിസ് അല്ലെങ്കിൽ എന്താണ് നമ്മൾ വിളിക്കുക? എക്സ് അക്ഷം. പിന്നെ ഇതെന്താ? ഇതിനെ നമ്മൾ എന്ത് വിളിക്കും? ഇതിനെ വൈ ആക്സിസ് അല്ലെങ്കിൽ വൈ അക്ഷം എന്നാണ് വിളിക്കുക. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇതിൽ നമുക്ക് നടുവിൽ ഈ സെൻട്രൽ ഈ പോയിന്റിനെ നമ്മൾ എന്ത് വിളിക്കും? ആധാരബിന്ദു അല്ലെങ്കിൽ ഒറിജിൻ എന്ന് വിളിക്കാം. ആധാരബിന്ദു നിങ്ങൾ എന്ത് വിളിക്കും? ഒറിജിൻ എന്ന് വിളിക്കും. അതിൻ്റെ എക്സ് അക്ഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0 0 ആയിരിക്കും. 0 0 കണ്ടോ? അതായത് നമ്മൾ ഈ എക്സ് അക്ഷം വൈ അക്ഷം എന്നൊക്കെ പറഞ്ഞില്ലേ, ഏതൊരു ബിന്ദു അടയാളപ്പെടുത്തുമ്പോഴും അത് എന്ത് വേണം? എക്സും വേണം, നമുക്ക് വൈ എന്ന് പറഞ്ഞ പോയിന്റും വേണം. എക്സ് എന്ന് പറഞ്ഞ പോയിന്റും വേണം, വൈ എന്ന് പറഞ്ഞ പോയിന്റും വേണം. അപ്പോൾ ആധാരബിന്ദു അല്ലെങ്കിൽ ഒറിജിനിൽ എന്താണ്? എക്സും 0 വൈയും 0. ഓക്കെ, ഇനി നമുക്ക് വേറൊരു പോയിന്റ് നോക്കാം. ഞാൻ ഈ ഒരു പോയിന്റ് അടയാളപ്പെടുത്തുകയാണ്. ഈ പോയിന്റ് ഇവിടെ എ എന്ന് പറഞ്ഞ പോയിന്റ് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഈ പോയിന്റ്. അപ്പോൾ ഇതിന്റെ എക്സ് എത്രയാണ്? എക്സ് അക്ഷത്തിൽ എത്രയാണ് പോയിന്റ് വരുന്നത്? 2 അല്ലേ. അപ്പോൾ എ എന്ന് പറഞ്ഞ പോയിന്റിൽ എക്സ് എത്രയാണ്? 2 ആണ് അല്ലേ. വൈ ഉണ്ടോ ഇതിൽ? വൈ അക്ഷത്തെ മുകളിലോട്ടേക്ക് എന്തെങ്കിലും പോയിട്ടുണ്ടോ? ഇല്ല, വൈ അക്ഷത്തിൽ നേരെ എന്താണ്? 0 ആണ്. ഇനി നമുക്ക് വേറൊരു പോയിന്റ് ബി എന്ന് പറഞ്ഞ പോയിന്റ് ഞാൻ ഇവിടെ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ബി എന്ന് പറഞ്ഞ പോയിന്റ് ഇവിടെ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഇവിടെ എന്താണ് വരുന്നത്? എക്സ് എന്താണ്? എക്സ് ഉണ്ടോ? ഇല്ല, എക്സിന് നേരെ എന്താണ്? 0. വൈ എന്താണ്? 2 അല്ലേ. വൈ 2. ഇനി ഞാൻ സി എന്ന് പറഞ്ഞ ഒരു പോയിന്റ് അടയാളപ്പെടുത്താണ്ട് ഇവിടെ അടയാളപ്പെടുത്താണ്. ഇവിടെ എക്സിന് നേരെ എക്സ് അക്ഷത്തിൽ എന്താണുള്ളത്? 2. വൈ എന്താണ്? 2. വൈയും എന്താണ് വരുന്നത്? 2 ആണ് വരുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഒരു അടയാളപ്പെടുത്തിയെന്ന് നമുക്ക് മനസ്സിലാവും. എക്സ് അക്ഷത്തിൽ എന്താ ഉള്ളത്? എക്സ് അക്ഷത്തിൽ നമ്മളൊരു പോയിന്റ് അടയാളപ്പെടുത്തുന്ന സമയത്ത് അല്ലെങ്കിൽ എക്സ് ആക്സിസിൽ ഒരു പോയിന്റ് അടയാളപ്പെടുത്തുമ്പോൾ നോക്കിയേ, എക്സ് മാത്രമേ ഉണ്ടാവുള്ളൂ. വൈ എന്തായിരിക്കും? 0 ആയിരിക്കും അല്ലേ. എക്സ് ആക്സിസിലുള്ള ഒരു പോയിന്റിനെ സംബന്ധിച്ചിടത്തോളം, എക്സ് അക്ഷത്തിൽ ഒരു പോയിന്റിനെ സംബന്ധിച്ചിടത്തോളം എക്സ് മാത്രമേ ഉണ്ടാവുള്ളൂ. വൈ എന്തായിരിക്കും? 0 ആയിരിക്കും. അതുപോലെ വൈ ആക്സിസ് അല്ലെങ്കിൽ വൈ അക്ഷത്തിൽ എന്തായിരിക്കും? വൈ മാത്രമേ ഉണ്ടാവുള്ളൂ. എക്സ് എന്തായിരിക്കും? 0 ആയിരിക്കും. ഇതൊക്കെ ആണല്ലോ. ഇത് നമ്മൾ ഓർത്ത് വെക്കേണ്ട കാര്യമാണ്. അതുപോലെ ആധാര ബിന്ദുവിൻ്റെത് 0 0 ആണ്. അപ്പോൾ ഇതിന് നമ്മൾ ഈ ഒരു ഭാഗം പ്ലസ് പോസിറ്റീവ് ആയിരിക്കും, മുകളിലോട്ടേക്കും പോസിറ്റീവ് ആയിരിക്കും, താഴോട്ടേക്ക് നെഗറ്റീവ് ആയിരിക്കും, ഈ സൈഡിലോട്ടേക്ക് വരുന്നതും നെഗറ്റീവ് ആയിരിക്കും. നമുക്ക് അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചോദ്യം നോക്കാം. താഴെ തന്നിരിക്കുന്നവയിൽ എക്സ് അക്ഷത്തിലെ ബിന്ദു ഏത്? നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, എക്സ് അക്ഷത്തിലെ ബിന്ദുവിൽ എക്സ് ആക്സിസിലെ ബിന്ദുവിൽ എന്തേ ഉണ്ടാവുള്ളൂ? എക്സ് മാത്രമേ ഉണ്ടാവുള്ളൂ. വൈ എന്തായിരിക്കും? 0 ആയിരിക്കും അല്ലേ. അപ്പോൾ ഇവിടെ നമുക്ക് വൈ 0 ആയ നോക്കിയാൽ പോരെ. എന്താണ് വൈ 0 ആയത് എന്നൊക്കെ? ഇവിടെ ഒന്നാമത്തത് എക്സും രണ്ടാമത്തത് വൈയും ആണ് അല്ലേ. അപ്പോൾ ഒന്നാമത്തെ എക്സ് വൈ 0 ആയത്. ഓക്കെ, അടുത്ത് നോക്കിയാൽ താഴെ തന്നിരിക്കുന്നതിൽ വൈ അക്ഷത്തിലെ ബിന്ദു ഏത്? വിച്ച് among the following coordinates is a point on y axis അല്ലേ. കോർഡിനേറ്റ്സ് അല്ലെങ്കിൽ സൂചക സംഖ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് സൂചക സംഖ്യ. എക്സും വൈയും ആയിട്ട് നമ്മൾ ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ കോമ ഇട്ട് എഴുതുന്ന ആൾക്കാരാണ് നമ്മൾ സൂചക സംഖ്യകൾ അല്ലേ. അപ്പോൾ വൈ ആക്സിസിൽ വൈ മാത്രമേ ഉണ്ടാവുള്ളൂ. എക്സ് എന്തായിരിക്കും? 0 ആയിരിക്കും. ഇവിടെ എക്സ് 0 ആണോ? അല്ല. ആണോ? അല്ല. ഇവിടെയോ? അല്ല. ഇവിടെ ഇതാണ് എക്സ് അക്ഷത്തിൽ എക്സ് 0 ആയിട്ടുള്ളത്, അതായത് വൈ ആക്സിസിലുള്ള പോയിന്റ്. ഓക്കെ, ഇനി ആധാര ബിന്ദുവിൻ്റെ സൂചക സംഖ്യ. ആധാര ബിന്ദുവിൻ്റെ സൂചക സംഖ്യകൾ എന്തൊക്കെയാണ്? 0 0. നമ്മൾ ചിലപ്പോൾ ആധാര ബിന്ദുവിൽ എക്സ് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എക്സ് 0, വൈ എന്താ? 0. ഇനി വൈ അക്ഷത്തിൽ എക്സ് എത്ര? എക്സ് സൂചക സംഖ്യ എത്രയാന്ന് ചോദിച്ചാൽ എന്ത് എഴുതാൻ പറ്റും? 0 എഴുതാൻ പറ്റും അല്ലേ. വൈ അക്ഷത്തിലുള്ള എക്സ് എന്തായിരിക്കും? 0 ആയിരിക്കും. എക്സ് ആക്സിസിൽ വൈ എന്തായിരിക്കും? 0 ആയിരിക്കും. ഇതൊക്കെയാണല്ലോ. അടുത്തത് നോക്കാം. നമ്മളൊരു പോയിന്റ് അടയാളപ്പെടുത്താനും അത് എക്സ് ആക്സിസിലെ പോയിന്റ് ഒരു പോയിന്റ് കണ്ടുപിടിക്കാനും വൈ ആക്സിസിൽ ഒരു പോയിന്റ് തന്നിരിക്കുന്നവയിൽ വൈ ആക്സിസിൽ ഒരു പോയിന്റ് എഴുതാനൊക്കെ നമുക്കറിയാം അല്ലേ. ഇനി നമ്മൾ കണ്ടുപിടിക്കാനുള്ളത് ഡിസ്റ്റൻസ് അല്ലെങ്കിൽ ദൂരം എന്ന് പറയുന്ന കാര്യമാണ്. അതായത് നമുക്ക് 2 പോയിന്റ് തന്നിട്ടുണ്ടെന്ന് വെച്ചോ. ഒരു പോയിന്റ് പി ആണ്, ഒരു പോയിന്റ്
ക്യൂ എന്ന് പറഞ്ഞ പോയിന്റ് ആണ്. 2 പോയിന്റ് തന്നിട്ടുണ്ട്. ഓക്കെ, ഈ 2 പോയിന്റ് തമ്മിലുള്ള ദൂരല്ലേ ഇതും തമ്മിലുള്ള ദൂരം, അതായത് അതിന്റെ നീളം പി ക്യൂ എന്ന് പറഞ്ഞ വരയുടെ നീളവും പി എന്ന് പറഞ്ഞ ക്യൂ എന്ന് പറഞ്ഞ ബിന്ദുക്കൾ തമ്മിലുള്ള ദൂരം എന്താണ്? സെയിം അല്ലേ? ലെങ്ത്തും അതുപോലെ ഡിസ്റ്റൻസും. അതായത് ഇതിന്റെ സൂചക സംഖ്യ നമ്മൾ x1 y1 ഇതിന്റെ സൂചക സംഖ്യ x2 y2 എന്നും എഴുതുകയാണെങ്കിൽ ദൂരം പി ക്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും? റൂട്ട് ഓഫ് x2 മൈനസ് x1 ഹോൾ സ്ക്വയർ പ്ലസ് y2 മൈനസ് y1 ഹോൾ സ്ക്വയർ ആയിരിക്കും. ഇതൊക്കെ ആണല്ലോ. ഇനിയിപ്പോൾ നിങ്ങൾ ഇതിനെ x1 y1 ഇതിനെ x2 y2 എന്ന് എടുത്തു കഴിഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല. ഓക്കെ, അത് ഏതെടുത്തു കഴിഞ്ഞാലും കുഴപ്പമില്ല. നമ്മൾ സ്ക്വയർ ചെയ്യുന്നതുകൊണ്ട് ഇങ്ങനത്തെ ഒരു പ്രശ്നം വരുന്നില്ല. ഇനി എന്താ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ആദ്യം നമ്മൾ എന്ത് ചെയ്യുക? എക്സിനെയാണ് കുറക്കുക. ഇത് രണ്ടും കുറച്ച് പോയാൽ നമ്മളോട് ചിലപ്പം അങ്ങനെ ചെയ്യരുത്. എക്സിനെ 2 എടുത്തിട്ട് കുറച്ചിട്ട് സ്ക്വയർ ചെയ്യുക, പ്ലസ് വൈനെ 2 എടുത്തിട്ട് കുറച്ചിട്ട് സ്ക്വയർ ചെയ്യുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഡിസ്റ്റൻസ് കിട്ടും. അതിൻ്റെ റൂട്ട് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ പ്രോബ്ലം നോക്കാം. ഇനി അഥവാ നമുക്ക് വേറൊരു പോയിന്റ് കണ്ടുപിടിക്കാം. അതായത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ ഒരു പോയിന്റ് ഒറിജിൻ ആയിരിക്കും. ഒരു പോയിന്റ് എന്താണ്? ഒറിജിൻ അല്ലെങ്കിൽ ആധാര ബിന്ദു ആയിരിക്കും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? എ എന്ന് പറഞ്ഞ പോയിന്റ് ആണ് ഞാൻ എക്സ് വൈ എന്ന് എടുത്തു. കാരണം എന്തുകൊണ്ടാണ് എക്സ് വൈ എന്ന് എടുത്തത്? x1 y1 x2 y2 എന്ന് എടുക്കണ്ടേ? ഇവിടെ ഒരെണ്ണം നമുക്ക് തന്നിട്ടുണ്ട് 0 അതായത് ആധാര ബിന്ദു ആയിട്ടുള്ള അകലല്ലേ ആരും നമുക്ക് 0 അറിയാം. ഇത് x1 y1 x2 y2 എന്തുകൊണ്ടാണ് എടുത്ത്? 2 ഉണ്ട്. 2 x y എന്ന് ഒരേ വാല്യൂ എടുക്കാൻ പറ്റൂലല്ലോ. അതുകൊണ്ടാണ് നമ്മൾ എങ്ങനെ എടുത്തത് നോക്കാം. ഇത് ഒരെണ്ണം ആധാര ബിന്ദു ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഡയറക്റ്റ് ഇത് 2 സ്ക്വയർ ചെയ്താൽ മതി. എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ചെയ്ത് നമുക്ക് എന്ത് കിട്ടും? ദൂരം കിട്ടും. ഓക്കെ ആണല്ലോ. ഇനി അടുത്ത ചോദ്യം നോക്കിയേ. ഇതുമായിട്ട് ബന്ധപ്പെട്ടൊരു ചോദ്യം. ഈ ബിന്ദുവിൽ നിന്ന് ആധാര ബിന്ദുവിലേക്കുള്ള അകലം എത്ര? ഏത് ബിന്ദുവിൽ നിന്ന് ആധാര ബിന്ദുവിലേക്കുള്ള അകലാണ് പറയുന്നത് നമ്മൾ ഒന്നാമത്തെ ചോദ്യമായിട്ട് ബന്ധപ്പെട്ട്. ഈ ഒന്നാമത്തെ ചോദ്യത്തിന്റെ ബി ക്വസ്റ്റ്യൻ ആയത്. അപ്പോൾ നമ്മൾ ആ ഒരു കൺസെപ്റ്റ് പറയുന്ന സമയത്ത് പറയാന്ന് വെച്ചിട്ട് ഞാൻ മാറ്റി വെച്ചാണ്. അപ്പോൾ താഴെ തന്നിരിക്കുന്നവയിൽ എക്സ് അക്ഷത്തിലെ ബിന്ദു നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട് 3 0 അല്ലേ? 3 0 കണ്ടുപിടിച്ചില്ലേ? ഈ 3 0 നിന്ന് നമ്മളെ ആധാര ബിന്ദു ഒറിജിനിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമ്മൾ എക്സ് വൈ നമുക്ക് തന്നിട്ടുണ്ട്. എത്രയാണ്? 3 0. അപ്പോൾ ഡിസ്റ്റൻസ് അല്ലെങ്കിൽ ദൂരമാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് അല്ലേ? ദൂരം അല്ലെങ്കിൽ അകലം അല്ലേ? ഡിസ്റ്റൻസ് എന്താണ്? റൂട്ട് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ആണല്ലേ? അപ്പോൾ റൂട്ട് എക്സും വൈയും എന്താണ്? 3 സ്ക്വയർ പ്ലസ് 0 സ്ക്വയർ അല്ലേ? എത്രയാണ് വരിക? 9 = എത്രയാണ്? 3 യൂണിറ്റ്സ്. കാരണം നമുക്ക് ഇവിടെ സെന്റിമീറ്റർ ആണോ മീറ്റർ ആണോ തന്നിട്ടില്ല. യൂണിറ്റ്. ഓക്കെ ആണല്ലോ. ഇത് ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. സിമ്പിൾ അല്ലേ ഇത്? അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അതിനു മുമ്പ് നമുക്കൊരു കൺസെപ്റ്റ് നോക്കാമല്ലോ. അതായത് നമുക്ക് ഒരു 2 ഗ്രാഫ് വരച്ചിട്ടുണ്ട് ഞാൻ. അപ്പോൾ എക്സ് അക്ഷവും വൈ ഒക്കെ വരച്ചിട്ടുണ്ട്. ഇവിടെ ഞാൻ എക്സ് ആക്സിസിന് പാരലൽ ആയിട്ടൊരു ലൈൻ വരക്കാണ്. എക്സ് ആക്സിസിന് പാരലൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നാ? ഇങ്ങനെ ഒരു ലൈൻ ആവാം അല്ലേ? ഇങ്ങനെ ഒരു ലൈൻ ആവാം. ഇനി എന്താ? മേലെ ആവാം അല്ലേ? എങ്ങനെ വേണമെങ്കിലും എക്സ് ആക്സിന് ഈ ലൈൻസ് ഒക്കെ എന്താണ്? എക്സ് ആക്സിസിന് പാരലൽ ആണല്ലേ? എക്സ് ആക്സിസിന് സമാന്തരമാണ്. താഴെയും വരച്ചൂടെ? വരക്കാം. താഴെയും വരക്കാവുന്നതാണ്. ഇതൊക്കെ എക്സ് ആക്സിസിന് സമാന്തരമായിട്ടുള്ള വരകളാണ് അല്ലേ? ഇപ്പോൾ എക്സ് ആക്സിസിന് സമാന്തരമായിട്ടുള്ള വരകൾ നോക്കുകയാണെങ്കിൽ ഇവിടെയൊക്കെ എന്താണ്? എക്സ് ഇങ്ങനെ മാറി എക്സിൻ്റെ ഇവിടെയുള്ള എക്സിൻ്റെ വാല്യൂ എന്താണ്? 1 ആണ്. ഇവിടെയുള്ള എക്സിൻ്റെ വാല്യൂ എന്താണ്? 2. ഇവിടെയുള്ള എക്സിൻ്റെ വാല്യൂ എന്താണ്? 3 ആണ്. പക്ഷെ എല്ലാത്തിൻ്റെ വൈ എന്താണ്? 1 ആണ് അല്ലേ? എക്സ് ആക്സിസിന് പാരലായിട്ടുള്ള വൈ ഇവിടെ എന്താണ്? വൈ 1 ആണ്. ഇവിടെയോ വൈ എന്താണ്? 2 ആണ്. ഇതിനെന്താണ്? വൈ എന്താണ്? 3 ആണ് അല്ലേ? ഇവിടെ എന്താണ്? വൈ എന്താണ്? -2 ആണ്. അത് എക്സ് ആക്സിസിന് പാരലായിട്ടുള്ള ഇങ്ങനെയുള്ള വരയ്ക്ക് എന്തായിരിക്കും ഉണ്ടാവുക? വൈ എപ്പോഴും കോൺസ്റ്റന്റ് ആയിരിക്കും. വൈ കോൺസ്റ്റന്റ് ആയിരിക്കും എക്സ് ആക്സിസിന് പാരലായിട്ടുള്ള ലൈനിൽ. എക്സ് ആക്സിസിന് സമാന്തരമായിട്ടാണെങ്കിൽ വൈ എപ്പോഴും ഒരു സ്ഥിര സംഖ്യ ആയിരിക്കും. അതായത് നമ്മൾ ഇങ്ങനെ ഒരു വര കാണുമ്പോൾ നമ്മൾ ഈ വര നീട്ടി വരച്ച വൈ ആക്സിസുമായിട്ടില്ലേ കൂട്ടിമുട്ടുക? അപ്പോൾ അങ്ങനെയുള്ളതിന് വൈ എപ്പോഴും സെയിം ആയിരിക്കും. ഇനി നമുക്ക് വൈ ആക്സിസിന് പാരലായിട്ടുള്ള ലൈൻസ് വരച്ചു നോക്കാലോ. ഇത് വൈ ആക്സിസിന് പാരലായിട്ടുള്ള ലൈൻസ് അല്ലേ? ആണ്. അപ്പോൾ ഇതിന്റെ പോയിന്റ്സ് എന്തൊക്കെയാണ്? ഇവിടെ നമുക്ക് എന്താ വരിക? എക്സ് ഇങ്ങനെ മാറി വരുന്നുണ്ടോ? ഇല്ല, വൈ മാറും അല്ലേ? ഇവിടെ വൈ എന്താണ്? 1 ആണ്. ഇവിടെ വൈ എന്താണ്? 2 ആണ്. പക്ഷെ എക്സ് എപ്പോഴും സെയിം ആയിട്ട് കാണുന്നില്ലേ? ഇവിടെയൊക്കെ എല്ലാത്തിന്റെ എക്സ് എന്താണ്? ഇവിടെ 1 ആണ്. ഇവിടെ എക്സ് എന്താണ്? 3 ആണ്. ഇവിടെയോ എക്സ് -1 ആണ്. ഇവിടെ എക്സ് -3 അല്ലേ? അപ്പോൾ നമുക്ക് മനസ്സിലാവും ഇങ്ങനെ ഒരു വര വരച്ചാൽ ഇവിടെ നീട്ടി വരച്ച് കഴിഞ്ഞാൽ ഇവിടെ കൂട്ടിമുട്ടും. എക്സിൽ കൂട്ടിമുട്ടും, എക്സ് ആക്സിസിൽ കൂട്ടിമുട്ടും അല്ലേ? അതുകൊണ്ട് തന്നെ എക്സ് അതിൽ സെയിം ആയിരിക്കും. ഇത് ഓർത്ത് വെക്കണേ. ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ് നമുക്ക് ഇവിടെ ഡിസ്കസ് ചെയ്യാനുള്ളത്. അതെങ്ങനെയാണ് വരിക എന്ന് നോക്കാമല്ലോ.
Okay. In the figure, sides of the rectangle PQRS are parallel to the axis. അതായത് പി ക്യൂവും ആർ എസും എന്തിന് പാരലൽ ആണ്? പി ക്യൂവും ആർ എസും ഇവിടെയുള്ള എക്സ് ആക്സിസിന് പാരലൽ ആയിട്ട് തോന്നില്ലേ? നമ്മളിവിടെ ഒരു ആക്സിസ് വരക്കുകയാണെങ്കിൽ അല്ലേ, ഇത് രണ്ടും അല്ലേ, അതുപോലെ ഇത് ഇവിടെയുള്ള ഇത് രണ്ടും എന്തായിരിക്കും? വൈ ആക്സിസിന് പാരലൽ ആയിരിക്കും, സമാന്തരമായിരിക്കും അല്ലേ. റൈറ്റ് ദ കോർഡിനേറ്റ്സ് ഓഫ് ക്യൂ ആൻഡ് എസ്. എന്താണ്? ക്യൂവും എസിന്റെയും ബിന്ദുക്കളുടെ എന്ത് ചെയ്യണം? ക്യൂവിന്റെ എസിന്റെ എന്താണ്? സൂചക സംഖ്യ കോർഡിനേറ്റ്സ് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. അപ്പൊ നമുക്ക് അറിയുന്ന കാര്യം എന്താണ്? നമുക്ക് ആദ്യം അറിയുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് ഇങ്ങനെ ഒരു വര നേരെ ഇവിടെ കൂട്ടിമുട്ടിച്ച് കഴിഞ്ഞാൽ എന്ത് സെയിം ആയിരിക്കും? ഇത് ഈ വരേന്റെ എല്ലാത്തിന്റെ എന്ത് സെയിം ആയിരിക്കും? ഇവിടെ വൈ ആക്സിസിൽ ഇത് കൂട്ടിമുട്ടും. അപ്പൊ വൈ അക്ഷം എന്തായിരിക്കും? വൈ ആക്സിസിലുള്ള കോർഡിനേറ്റ് സെയിം ആയിരിക്കും. വൈ ഇവിടെ എന്താണ്? 3 അല്ലേ, ഇവിടെ എന്തായിരിക്കും? 3. ഓക്കെ ആണല്ലോ. ഇനി ഈ ഒരു ലൈൻ എന്ന് കൂട്ടിമുട്ടിച്ച് കഴിഞ്ഞാൽ എവിടെ വരും? എക്സിലല്ലേ കൂട്ടിമുട്ടുക, എക്സ് ആക്സിസിലല്ലേ കൂട്ടിമുട്ടുക. അപ്പൊ ഇതിന്റെ രണ്ടിന്റെ എക്സ് സെയിം ആയിരിക്കും. അപ്പൊ ഇവിടെ എന്താണ്? 9 ആണ് വരിക. ഇതൊക്കെ ആണല്ലോ. ഇനി അടുത്ത എസിന്റെ നോക്കാലോ. എസ് നോക്കിയേ, ഈ ലൈൻ എന്താണ്? ഇത് വൈ ആക്സിസ് ആയിട്ടാണ് കൂട്ടിമുട്ടുക. അപ്പൊ ഇതിന്റെ വൈയും സെയിം ആയിരിക്കും. ഇതിന്റെ വൈ എന്താണ്? 7. ഇതിന്റെ വൈ എന്തായിരിക്കും? 7 വരും. അപ്പൊ ഇതിന്റെ രണ്ടിന്റെയും എന്താണ്? ഇതിങ്ങനെ നീട്ടി വരച്ച് ഈ വരെ നീട്ടി വരച്ച എക്സ് ആക്സിസിൽ കൂട്ടിമുട്ടും അല്ലെ. അപ്പൊ ഇതിന്റെ എക്സ് സെയിം. ഇതിന്റെ 4 ഇതിന്റെ എന്തായിരിക്കും? 4 ആയിരിക്കും. അപ്പൊ നമുക്ക് കിട്ടിയല്ലോ. ക്യൂ എസ് അല്ലേ എഴുതാൻ പറഞ്ഞത്? ക്യൂവിന്റെ എത്രയാണ്? ക്യൂവിൻ്റെത് 9 3. എസിന്റെ എത്രയാണ്? 4 7. ഓക്കെ ആണല്ലോ. ബി ക്വസ്റ്റ്യൻ എന്നാ ഇവിടെ പറഞ്ഞിരിക്കുന്നത്? ഫൈൻഡ് ദ ലെങ്ത് ഓഫ് പി ക്യൂ അല്ലേ. എന്താണ്? പി ക്യൂവിന്റെ നീളം കണ്ടുപിടിക്കാനാണ് പറഞ്ഞത്. പി ക്യൂ ഏതാണ്? ഇത് അല്ലേ. നമുക്ക് വേണമെങ്കിൽ ഇക്വേഷൻ ഡയറക്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഒരു സിമ്പിൾ വേണ്ട, അത് നമുക്ക് ഇക്വേഷൻ വെച്ചിട്ട് കണ്ടുപിടിക്കാം. അതിനുശേഷം ഞാൻ പറഞ്ഞുതരാം. ഇക്വേഷൻ വെച്ച് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാം ചെയ്യാനാവും, ഈ ഒരു ക്വസ്റ്റ്യൻ മാത്രമല്ല. അപ്പൊ ഞാൻ ഇക്വേഷൻ വെച്ചിട്ട് ആദ്യം പറയാം. പി ക്യൂ എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ ഡിസ്റ്റൻസ് ഫോർമുല പറഞ്ഞിട്ടില്ലേ? x2 - x1 whole square plus y2 - y1 whole square, x2 - x1 whole square plus y2 - y1 whole square അല്ലേ. അപ്പൊ എന്താണ്? റൂട്ട് ഓഫ് x2 എങ്ങനെയാ കുറയുന്നത്? 9 ഉം 4 അല്ലേ. അപ്പൊ 9 - 4 whole square പ്ലസ് y എങ്ങനെയാണ്? 3 അല്ലേ. 3 - 3 whole square. 9 - 4 എന്താണ്? 5 സ്ക്വയർ പ്ലസ് 3 - 3 0 സ്ക്വയർ 0. അപ്പൊ റൂട്ട് 5 സ്ക്വയർ എത്രയാ? 25. റൂട്ട് 25 എന്ത് വരും? 5 യൂണിറ്റ്സ് അല്ലെ. 5 യൂണിറ്റ്സ് ആണ് നമ്മളെ ആൻസർ വരുന്നത്. ഇനി ഒരു കാര്യം ശ്രദ്ധിച്ച് നമുക്ക് മനസ്സിലാവും. ഇതെന്താണ്? y മാറുന്നില്ലല്ലോ, x മാത്രമല്ലേ മാറുന്നുള്ളൂ. x 4 എത്രയായിട്ട് മാറി? 9 ആയിട്ട് മാറുകയാണ് ചെയ്തത്. അപ്പൊ 4 9 ആവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ്? 5 യൂണിറ്റ് ആണ് ഇതിൽ വ്യത്യാസം വരുന്നത്. അങ്ങനെയും പറയാം. ഇതൊക്കെയാണല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. എന്നാ കൊടുത്തിരിക്കുന്നത്? ചിത്രത്തിൽ 3 0 വൃത്തകേന്ദ്രമാണ് അല്ലെ. ഇൻ ദ ഫിഗർ 3 0 is the center of the circle. ഇവിടെ നമുക്ക് കാണാം സി എന്ന് പറഞ്ഞ പോയിന്റ് കാണാം. ഇതെന്താണ്? വൃത്തത്തിന്റെ കേന്ദ്രമാണ്. പിന്നെന്താ പറഞ്ഞത്? വൃത്തത്തിന്റെ ആരം 5 യൂണിറ്റ് ആണ്. അത് ഇവിടുന്ന് ഇവിടത്തേക്കുള്ള ഇത് എത്രയായിരിക്കും? 5 യൂണിറ്റ് ആണെന്നാണ് പറഞ്ഞത്. എന്താണ്? റേഡിയസ് ഓഫ് ദ സർക്കിൾ ഈസ് 5 യൂണിറ്റ്സ്. ഇത് വരുന്നത് 5 ആണ്. ഇതൊക്കെയാണല്ലോ. ഇനി റൈറ്റ് ദ കോർഡിനേറ്റ്സ് ഓഫ് ദ പോയിന്റ് ദാറ്റ് ദ സർക്കിൾ കട്ട്സ് ദ എക്സ് ആക്സിസ് എന്നാണ് പറഞ്ഞത്. വൃത്തം എക്സ് അക്ഷത്തെ മുറിച്ചു കടക്കുന്ന ബിന്ദുക്കളുടെ സൂചക സംഖ്യ കണ്ടുപിടിക്കാനാണ് പറഞ്ഞത്. അപ്പോൾ വൃത്തം എക്സ് അക്ഷത്തെ എവിടെയൊക്കെയാണ് മുറിച്ചു കടക്കുന്നത് നോക്കി. ഇവിടെ ഒന്ന് കട്ട് ചെയ്യുന്നുണ്ട് അല്ലെ. പിന്നെന്താണ്? ഇവിടെയും വൃത്തം കട്ട് ചെയ്യുന്നുണ്ട് അല്ലെ. ഇനി ഇത് രണ്ടും എന്താണ്? വൈ അക്ഷത്തിലാണ് കട്ട് ചെയ്യുന്നത്, ഇവിടെ എക്സ് അക്ഷത്തിലാണ് കട്ട് ചെയ്യുന്നത് അല്ലെ. അപ്പൊ ഈ രണ്ടെണ്ണത്തിന്റെയും എന്റെയും ബിന്റെയും സൂചക സംഖ്യ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത് അല്ലെ. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്റെയും ബിന്റെയും സൂചക സംഖ്യ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നമുക്കറിയാം ഇവിടുന്ന് ഇവിടത്തേക്കുള്ള ദൂരം എന്താണ്? റേഡിയസ് അല്ലേ. ഇത് നമ്മൾ ആരല്ലേ. ഇത് എത്രയാണ്? 5 ആണ്. അപ്പോൾ നമ്മള് ഇതെന്താണ്? 3, ഇതെന്താണ്? 4 5 6. നമ്മളിങ്ങനെ മാർക്ക് ചെയ്ത് പോവല്ലേ വിട്ടിട്ട് വരയ്ക്കുന്നത്. ഇവിടെ നമുക്ക് അറിയുന്ന കാര്യം എന്താണ്? ഇത് 3 ആണ്. അപ്പൊ ഇവിടുന്ന് ഇവിടത്തേക്ക് 5 യൂണിറ്റ് അല്ലേ വേണ്ട. റേഡിയസ് നമ്മൾ 5 അല്ലേ. അപ്പൊ 3 കഴിഞ്ഞിട്ട് 4 5 6 7 8. അപ്പൊ 8 ആണ് ഇവിടെ വരിക അല്ലെ. അപ്പൊ ഇവിടെ എക്സ് ആക്സിസിൽ 8, എക്സ് അക്ഷത്തിലാണ്ട് y എന്തായിരിക്കും? 0 ആയിരിക്കും. അപ്പൊ നമ്മളെ ആൻസർ എത്രയാ? 8 0. ഇതൊക്കെയാണല്ലോ. ഇനി ഇങ്ങോട്ട് നോക്കുകയാണെങ്കിൽ ഇവിടെ നിന്നാ 3 ബാക്കോട്ടേക്കല്ലേ എണ്ണേണ്ടത്. 3 5 മൈനസ് ചെയ്താൽ എത്രയാണ്? 3 ബാക്കോട്ട് പോവാം നമുക്ക് അല്ലെ. 2 1 0 -1 -2 വരും അല്ലെ. അപ്പൊ -2 0 ആണ് ഇതിന്റെ ആൻസർ വരാം. ഇതൊക്കെയാണല്ലോ. ഇനി അടുത്ത എന്താണ് പറയുന്നത്? ഫൈൻഡ് ദ കോർഡിനേറ്റ്സ് ഓഫ് പി. പിന്റെ കോർഡിനേറ്റ്സ് ആണ് കണ്ടുപിടിക്കേണ്ടത്. പിന്റെ കോർഡിനേറ്റ്സ് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? ഒരു കാര്യം നമുക്കറിയാം. ഇതെന്താണ്? നമ്മളെ റേഡിയസ് ആണല്ലേ. ഈ സി പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റേഡിയസ് അല്ലേ. ഇത് റേഡിയസ് ആണ്. ഇത് എത്രയാ? 5 യൂണിറ്റ് അല്ലേ. ഇത് 5 യൂണിറ്റ് ആണ്.
ഇവിടുന്ന് ഇവിടത്തേക്കുള്ള ഡിസ്റ്റൻസ് എന്നാ 0 ഇതെന്നാണ് 3 0. അപ്പോൾ ഇത് 3 അല്ലേ? അപ്പോൾ ഇവിടുന്ന് ഇവിടത്തേക്കുള്ള ഡിസ്റ്റൻസ് എത്രയാണ്? 3 ആണ് അല്ലേ? അപ്പോൾ ഇത് നമ്മൾ എന്താണ് ലംബല്ലേ? നോക്കി ഇത് 90 ഡിഗ്രി ആണ്. ഇത് പൈതഗോറസ് തിയറം വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ത്രികോണത്തിന്റെ ഈ വശം കണ്ടുപിടിക്കാം അല്ലേ? അപ്പോൾ ഇത് എത്രയാണ്? ലംബം OP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ OP സ്ക്വയർ സമം കർണം സ്ക്വയർ മൈനസ് പാദം സ്ക്വയർ 5 സ്ക്വയർ മൈനസ് 3 സ്ക്വയർ എത്രയാണ്? 25 മൈനസ് 9 എത്രയാണ്? 16. അപ്പോൾ OP എത്രയായിരിക്കും? √16 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 കിട്ടും അല്ലേ? ഇപ്പോൾ ഇത് എത്രയാണ്? 4 ആണ്. അപ്പോൾ y ആക്സിസിൽ ഈ ഭാഗം 4 ആണ് അല്ലേ? ഇത് 4 ആണ്. അപ്പോൾ y ആക്സിസിലാകുമ്പോൾ x 0 അല്ലേ? അപ്പോൾ എന്ത് ചെയ്യാം നമുക്ക്? Pന്റെ പോയിന്റ് എന്താണ്? x 0 ആണല്ലേ? x 0 ആകുമ്പോൾ 0 4 എന്ന് എഴുതാം. ഓക്കെ, ഈ ഒരു കാൽക്കുലേഷൻ സൈഡിൽ വേണേ, എങ്കിൽ മാത്രമേ ഇത് 0 4 അതിൻ്റെ ഒരു മാർക്ക് മുഴുവനായിട്ട് കിട്ടുള്ളൂ. അല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കാരണം ഇത് 3 4 5 എന്നുള്ള ഭാഗം ഓർത്ത് വെച്ചാൽ നല്ലതാണ്. അതായത് നമ്മൾ പൈതഗോറസ് തിയറത്തിൽ കുറച്ച് വാല്യൂസ് ഓർത്ത് വെക്കുക. അതായത് പാദവും 3 4 ആണ്. പാദവും ലംബവും 3 4 ആകുമ്പോൾ കർണം 5 ആയിരിക്കും. അതുപോലെ വേറൊരു വാല്യൂ ആണ് ഓർമ്മിച്ച് വെക്കാൻ പറ്റുന്നത്. ഒരു 12ഉം 5ഉം വരുന്ന സമയത്ത് 13ഉം വരുന്നുണ്ട്. എപ്പോഴും വരുന്നതാണ്. ഓക്കെ, ഈ രണ്ട് വാല്യൂ വരുമ്പോൾ കർണം 5 ആയിരിക്കും. ഈ രണ്ട് വാല്യൂ വരുമ്പോൾ കർണം 13 ആയിരിക്കും. ഇത് ഓർത്ത് വെക്കുന്നവർക്ക് ഇത് പെട്ടെന്ന് ചെയ്യാൻ പറ്റും. ഇതൊക്കെയാണല്ലോ. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഒരു പ്രാവശ്യം കുറച്ച് അത്യാവശ്യം ആലോചിക്കേണ്ട ഒരു ക്വസ്റ്റ്യൻ ഒക്കെ വന്നിട്ടുണ്ട്. ഇതെങ്ങനെയാ ചെയ്യുന്നത് നോക്കാം. 3 4 എന്ന ബിന്ദുവിൽ നിന്നുള്ള അകലം 4 ആയ x അക്ഷത്തിലെ ബിന്ദു ഏതാണ്? നമുക്ക് ആദ്യം എന്താ ഇത് ഉദ്ദേശം നോക്കാമല്ലോ. നമുക്ക് അറിഞ്ഞൂടാ, നോക്കാം. പോയിന്റ് നോക്കാം. അപ്പോൾ 3 4 എന്ന് പറഞ്ഞൊരു ബിന്ദു ഞാനിവിടെ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. 3 4 എന്ന് പറഞ്ഞ ബിന്ദുവിൻ്റെ ഇതെന്താണ്? x ആണ്, ഇതെന്താണ്? y ആണ് അല്ലേ? അപ്പോൾ ഇതിൻ്റെ x അക്ഷത്തിലെ ബിന്ദു ഏതാണെന്നല്ലേ ചോദിച്ചത്? 3 4 എന്ന ബിന്ദുവിൽ നിന്ന് അകലം 4 ആയ 3 4 എന്ന ബിന്ദുവിൽ നിന്നും അകലം 4 ആയിരിക്കണം. അതിലെ x അക്ഷത്തിലെ ബിന്ദു ഏതാണെന്നല്ലേ നമ്മളോട് ചോദിക്കുന്നത് തന്നെ. 3 4 എന്ന് പറഞ്ഞ ഒരു ബിന്ദു ഞാനിവിടെ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. x അക്ഷത്തിലെ ഒരു ബിന്ദുവാണ് ഇത്. ഓക്കെ ആണല്ലോ? x അക്ഷത്തിലെ ഒരു ബിന്ദുവാണ് ഇത്. അപ്പോൾ ഇവിടെ ഞാൻ നോക്കുകയാണെങ്കിൽ x അക്ഷവും ഈ പോയിന്റുമായിട്ടുള്ള അകലം എത്രയാണ്? ഈ അകലം തന്നെയല്ലേ നമ്മൾ ഇത് അല്ലേ? അതായത് ഇവിടെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ അകലം തന്നെയല്ലേ ഇവിടെ ഉണ്ടാവുക. അതായത് വൈൻ്റെ പോയിന്റ് നമ്മൾ ഇതോട് ചോദിക്കുന്നത് അല്ലേ? അപ്പോൾ ഇതിൻ്റെ ഈ അകലം എത്ര? ഇതെത്രയായിരിക്കും? 4 ആയിരിക്കും. ഇത് മനസ്സിലാക്കണം നമ്മൾ. നമുക്കറിയാം ഇത് x ആണ്. ഇവിടെ നേരെ കൂട്ടിമുട്ടിച്ചാൽ x 3 ആണ് വരിക. ഇതിവിടെ കൂട്ടിമുട്ടിച്ചാൽ 4 ആയിരിക്കും വരിക. അതെല്ലാം നമുക്കറിയാം. പക്ഷേ നമുക്കൊരു പോയിന്റ് തന്നിട്ട് x അക്ഷമായിട്ടുള്ള അകലം എന്തായിരിക്കും? y ആയിരിക്കും. അപ്പം നമ്മുടെ അല്ലേ y ആയിരിക്കും. ഇത് y അക്ഷമായിട്ടുള്ള അകലം എത്രയാണ്? 3 ആണ് വരുന്നത്. നമ്മളോട് എന്താ ചോദിക്കുന്നത്? ഈ ബിന്ദു ഏതാണ്? x അക്ഷത്തിൽ ഈ ബിന്ദു ഏതാണെന്നല്ലേ ചോദിച്ചാൽ. ഈ ബിന്ദു ഏതാണ്? 3 0 അല്ലെ? x അക്ഷത്തിലെ ബിന്ദു ഏതായിരിക്കും? 3 0 ആയിരിക്കും. ഓക്കെ ആണല്ലോ? കുഴപ്പമൊന്നുമില്ലല്ലോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കി. അടുത്ത ക്വസ്റ്റ്യൻ നല്ല വെറൈറ്റി ആണ്. 3 4 എന്ന ബിന്ദുവിൽ നിന്നുള്ള അകലം, ഇതുമായിട്ടുള്ള ബിന്ദുവിലെ അകലം 5 ആയിരിക്കണം. ഓക്കെ ആണല്ലോ? 5 ആയിരിക്കണം. 5 ആയ x അക്ഷത്തിലെ ബിന്ദു ഏതൊക്കെയാണെന്നാണ് ചോദിച്ചത്. അപ്പോൾ x അക്ഷത്തിലാണ് വേണ്ടത്. അപ്പോൾ ഇവിടെയുള്ള ഒരു പോയിന്റ് ഇവിടെ ആവാം, അല്ലെങ്കിൽ എന്തും ആവാം. ഞാൻ എന്തുകൊണ്ടാണ് ഇവിടെ ഒറിജിനിൽ കൂട്ടിമുട്ടിച്ച്? നമുക്ക് ഒറിജിനാണെന്ന് എങ്ങനെയാണ് അറിയുന്നത്? നമുക്ക് നോക്കാം ഞാൻ എങ്ങനെയാണ് മനസ്സിലാക്കിയെന്ന്. അപ്പോൾ x അക്ഷത്തിലേക്കുള്ള അകലം എത്രയാണ് പറഞ്ഞത്? ഇത് 5 എന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ? 5 ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ നമുക്ക് ബിന്ദു ഏതാണെന്നൊന്നും അറിയില്ല. അപ്പോൾ നമുക്ക് നോക്കാമല്ലോ. ഞാൻ നേരത്തെ പറഞ്ഞ ഓർമ്മയുണ്ട്, പൈതഗോറസ് തിയറം വെച്ചിട്ട് ലംബവും പാദവും 3 4 ആയി കഴിഞ്ഞാൽ കർണം 5 ആയിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇവിടെ ഞാൻ പറഞ്ഞത് ഇത് 3 ആയിരിക്കൂലേ, ഇത് 4 ആയിരിക്കൂലേ. അപ്പോൾ ഇത് സ്വാഭാവികമായിട്ടും 5 ആയിരിക്കും. ഓക്കെ ആണല്ലോ? അതുകൊണ്ടാണ് ഞാൻ ഇത് ഇവിടെ ഇങ്ങനെ അടയാളപ്പെടുത്തുന്നത്. അതേപോലെ തന്നെ ഇത് 4ഉം ഇത് 3ഉം ആയിക്കഴിഞ്ഞാൽ ഇതെന്തായിരിക്കും? 5 ആയിരിക്കും അല്ലേ? അപ്പോൾ ഇവിടുന്ന് ഇവിടത്തേക്കുള്ള ദൂരം 3, അതായത് ഇവിടെ 6 ആയിരിക്കൂലേ ബിന്ദു? 6 0. ഇവിടെ എന്താണ്? 0 0. അപ്പോൾ രണ്ട് ബിന്ദുക്കൾ ഏതൊക്കെയാണ്? 0 0 എന്ന് പറഞ്ഞ ബിന്ദുവും 6 0 എന്ന് പറഞ്ഞ ബിന്ദു ആയിരിക്കും x അക്ഷത്തിലെ പോയിന്റ്സ്. ഇനി അതല്ല നിങ്ങളോട് വേറെ ഏതെങ്കിലുമൊക്കെ പോയിന്റ് ചോദിച്ചാൽ നിങ്ങൾ എന്ത് ചെയ്യും? അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് സ്റ്റെപ്സ് പറഞ്ഞുതരാം. ഇതിപ്പോൾ നമുക്ക് ട്രിക്കി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. ഇനി ഇതല്ലാതെ വേറെ ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ വന്നാൽ നമുക്ക് എങ്ങനെ ചെയ്യുമെന്ന് നോക്കാം.
അതായത് എക്സ് അക്ഷത്തിൽ ഒരു പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്തെടുക്കാം, എക്സ് ഉണ്ടാവും, പക്ഷെ വൈ എന്തായിരിക്കും, 0 ആയിരിക്കും അല്ലേ. പിന്നെ അടുത്ത പോയിന്റ് നമ്മളോട് എന്നാ 3, 4 എന്നല്ലേ പറഞ്ഞത്, 3, 4 എന്നാണ് അല്ലേ. ഇത് തമ്മിലുള്ള അകലം, എക്സ് അക്ഷത്തിലുള്ള ഒരു പോയിന്റും 3, 4 എന്ന് പറഞ്ഞ പോയിന്റും തമ്മിലുള്ള അകലം 5 തന്നിട്ടുണ്ട് അല്ലേ. അപ്പൊ എക്സ് അക്ഷത്തിലെ പോയിന്റിന് എക്സ് മാത്രമേ ഉണ്ടാവുള്ളൂ, എക്സ് ആക്സിസിലെ പോയിന്റിന് എക്സ് മാത്രമേ ഉണ്ടാവുള്ളൂ, വൈ ഉണ്ടാവില്ല. ഇനി വൈ ആക്സിസിൽ ചോദിച്ചാൽ നമ്മൾ എന്തെടുക്കണം, വൈ എടുക്കണം, എക്സ് 0 ആക്കി 0 വൈ എന്ന് എടുക്കണം. വൈ ആക്സിസിലെ പോയിന്റ് നമ്മൾ തന്നിട്ടുണ്ടെങ്കിൽ 0 വൈ എന്ന് എടുക്കണം. തമ്മിലുള്ള അകലം എത്രയാണ്, 5 ആണ് അല്ലെ. നമുക്ക് അകലത്തിന്റെ ദൂരത്തിന്റെ ഇക്വേഷൻ നമുക്കറിയാം, ദൂരത്തിന്റെ ഇക്വേഷൻ 5, ദൂരം 5 ആണല്ലേ. ദൂരത്തിന്റെ ഇക്വേഷൻ x2 - x1 ഹോൾ സ്ക്വയർ അല്ലേ. അപ്പൊ x2 - 3 - x അല്ലെങ്കിൽ x - 3 x കുറക്കുക, x - 3 ഹോൾ സ്ക്വയർ പ്ലസ് അതാണ് y രണ്ടും കുറക്കുക അല്ലെ. എന്താണ് 0 - 4 ഹോൾ സ്ക്വയർ സമം എന്ത് വരും, x - 3 ഹോൾ സ്ക്വയർ പ്ലസ് 0 - 4 -4 -4ന്റെ സ്ക്വയർ എത്രയാണ്, 16. 4ന്റെ സ്ക്വയറും -4ന്റെ സ്ക്വയറും എല്ലാം 16 തന്നെയാണ് അല്ലെ, 16. അപ്പൊ ഞാൻ ഈ റൂട്ടിന് ഇങ്ങോട്ട് പോകുന്ന സമയത്ത് എന്താവും, സ്ക്വയർ ആവും അല്ലെ. 5 സ്ക്വയർ സമം x - 3 ഹോൾ സ്ക്വയർ പ്ലസ് 16. 5 സ്ക്വയർ എത്രയാണ് വരിക, 25 സമം x - 3 ഹോൾ സ്ക്വയർ സമം പ്ലസ് 16 അല്ലെ. ഇതിങ്ങനെ തന്നെ എഴുതിയിട്ടുണ്ട്. ഈ പ്ലസ് 16നെ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുപോയാൽ എന്ത് വരും, -16 വരും അല്ലെ. 25 - 16 സമം x - 3 ഹോൾ സ്ക്വയർ. 25 - 16 എത്ര, 9 വരും അല്ലെ, 3 ഹോൾ സ്ക്വയർ. അതായത് x - 3 ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 9. അങ്ങേപ്പുറം ഇങ്ങേപ്പുറം എടുത്തിട്ട് എന്ന് മാത്രമേ ഉള്ളൂ. ഇനി എന്ത് ചെയ്തു, ഈ സ്ക്വയറിനെ ഇങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ എന്ത് വരും, റൂട്ട് ആവും അല്ലെ. പ്ലസ് ഓർ മൈനസ് റൂട്ട്, നമ്മുടെ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷനിൽ രണ്ടാം ഡിഗ്രി സമവാക്യത്തിൽ ഇങ്ങനെ റൂട്ട് സ്ക്വയറിന് അങ്ങേപ്പുറം കൊണ്ടുപോയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഇനി എന്ത് വരും, x - 3 സമം പ്ലസ് ഓർ മൈനസ് റൂട്ട് 9 എത്രയാ, 3 അല്ലെ. അതെ x - 3 സമം 3 അല്ലെങ്കിൽ x - 3 സമം -3 വരും. അപ്പൊ x സമം ഈ -3നെ അങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ എന്താവും, +3. ഇവിടെയും -3നെ അങ്ങേപ്പുറം കൊണ്ടുവരും എന്ത് വരും, +3. അപ്പൊ എന്ത് വരും, 3 3 6 വരും. ഇതെന്തായിട്ട് വരും, 0 വരും അല്ലെ. അപ്പൊ നമുക്ക് x എത്രയാ, 6, y നമുക്ക് ഓൾറെഡി അറിയാം 0. ഇവിടെയോ x എന്ത് 0, y യും 0. ഈ പോയിന്റ് അല്ലേ നമുക്ക് ഓൾറെഡി കിട്ടിയത്. അപ്പൊ ഈ ഒരു സ്റ്റെപ്പ് വെച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏത് പോയിന്റും ദൂരമൊക്കെ തന്നു കഴിഞ്ഞാൽ കണ്ടുപിടിക്കാനാവും. ഓക്കെ ആണല്ലോ. x ആക്സിസ് എടുക്കുന്ന സമയത്ത് x മാത്രമേ വേണ്ടൂ, y ആക്സിസ് എടുക്കുമ്പോൾ y മാത്രമേ വേണ്ടൂ. ഇത് ആലോചിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചെയ്യാനാവും. പിന്നെ ഈ ഒരു പാഠത്തിൽ വരുന്നത് കൺസ്ട്രക്ഷൻ ആണ്. കുറച്ച് പോയിന്റ്സ് തന്നിട്ട് ആ പോയിന്റ്സ് നമ്മൾ ആക്സിസ് വെച്ചിട്ട് അടയാളപ്പെടുത്താനാണ്. അത് ഓൾറെഡി നമ്മൾ കൺസ്ട്രക്ഷൻ എന്ന് പറഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇതിൽ സെപ്പറേറ്റ് പറയാഞ്ഞത്. ഓക്കെ, അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഓക്കെ, താങ്ക് യു.